പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ കെ.ജി. ജയന് സംഗീത ലോകത്തിന്റെ വിട. തൃപ്പൂണിത്തുറ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. മലയാളിക്ക് ഭക്തിസാന്ദ്രതയുടെ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച കെ.ജി. ജയൻ ഇനി ഓർമ്മ മാത്രം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തൃപ്പൂണിത്തുറയിൽ വസതി വെച്ചായിരുന്നു അന്ത്യം. മൃതശരീരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് പുലർച്ചെ വീട്ടിലെത്തിച്ച മൃതശരീരത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമാ മേഖലകളിലെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഇരട്ട സഹോദരങ്ങളായ ജയവിജയ കൂട്ടുകെട്ടിലൊരുക്കിയ അനവധി അയ്യപ്പ ഭക്തി ഗാനങ്ങളാണ് മലയാളി നെഞ്ചിലേറ്റിയത്. ഭക്തിഗാന രംഗത്തും സിനിമാ രംഗത്തും ഒരുപടി മികച്ച ഗാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ധർമ്മശാസ്ത്ര, നിറകുടം, സ്നേഹം, തെരുവുഗീതം തുടങ്ങിയ സിനിമകളിലെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. പാദപൂജ, ഷൺമുഖപ്രിയ, പാപ്പാത്തി എന്നീ തമിഴ് ചിത്രങ്ങൾക്കും ഈണം പകർന്നിട്ടുണ്ട് ജയവിജയന്മാർ. 1988 സഹോദരൻ വിജയന്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തി ഗാനങ്ങളിലൂടെയും കച്ചേരികളിലൂടെയും ജയൻ സംഗീതയാത്ര തുടർന്നു. ശബരിമലയിൽ നട തുറക്കുന്ന സമയം മുഴങ്ങുന്നത് അദ്ദേഹം പാടിയ ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനമാണ്. 1991 സംഗീത നാടക അക്കാദമി പുരസ്കാരവും 2019 പത്മശ്രീ നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. പ്രശസ്ത സിനിമാ താരം മനോജ് കെ ജയൻ മകനാണ്. അമൃത ന്യൂസ്, കൊച്ചി.